ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അതുകൊണ്ട് നേരം വെളുത്ത് ഇപ്പോൾ സമയം കണ്ടോ, ഇന്നത്തെ തിരക്ക് ഞാൻ നിങ്ങളോടുള്ള പ്രോമിസ് കീപ്പ് ചെയ്യുന്നതിൻ്റെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് മൺഡേ, ഇന്ന് തന്നെയായിരിക്കും ഈ വീഡിയോ റിലീസാകാൻ പോകുന്നത്. ലേറ്റായി എനിക്കറിയാം, എന്നാലും ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേയിൽ ഞാൻ വീഡിയോ ഇട്ടോളാന്ന്. അതുകൊണ്ട് എനിക്ക് പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ ഒരു മൺഡേ കണ്ടില്ലെന്നിരിക്കും, പക്ഷേ എന്നാലും ഞാൻ മാക്സിമം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളായിട്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വന്നേക്കാണ്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു വെള്ള ഉടുപ്പിട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതിൻ്റെ കാര്യം, ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ലെങ്ത് വീഡിയോ ഇട്ടിരുന്നില്ല, പക്ഷേ ഞാൻ ഷോർട്സ് ആയിട്ടും റീൽസായിട്ടും എല്ലായിടത്തും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഭാഗമായിട്ട് എനിക്ക് കുറേ വഴക്കുകൾ ഞാൻ കേട്ടു, കുറേ ചീത്ത ഞാൻ കേട്ടു ആളുകളിൽ നിന്ന്. എന്നെ പഞ്ഞിക്കിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു അനാർക്കലി സ്യൂട്ട്, അത് ഞാൻ കളർ മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തായാലും ഒരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതെല്ലാവർക്കും ഡൗട്ട് തോന്നാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ മുഴുവൻ ഉള്ള എംബ്രോയിഡറിയിൽ വെള്ളമായിട്ട് തന്നെ നിന്നു. ബാക്കി ഏരിയ മുഴുവൻ അതിലിട്ടിരുന്ന ഒരു പിങ്ക് കളറായിരുന്നു. ആ പിങ്ക് കളർ എല്ലായിടത്തും വന്നു, പക്ഷേ എംബ്രോയിഡറി മാത്രം വൈറ്റായിട്ട് നിന്നപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഞാനും ഇത് ഇറങ്ങി വന്നപ്പോഴേക്ക് വാഷിംഗ് മെഷീനകത്തുനിന്ന് വന്നപ്പോൾ ഞാനത് ഇങ്ങനെ വന്നു, അയ്യോ ഇതെങ്ങനെ ഈ എംബ്രോയിഡറി മാത്രം, അതുകൊണ്ട് നല്ല രസമെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു കാര്യം കൊണ്ടായിരിക്കണം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞത്. അവിടെ ഇത് ചുമ്മാ ഫേക്കാണ്, കള്ളത്തരം കാണിച്ചാണ്, ചുമ്മാ വീഡിയോസിന് റീച്ച് കൂട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇട്ടേക്കുന്ന ഉടുപ്പ്, എനിക്ക് വൈറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ഭയങ്കര ഫേവറേറ്റ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ അതാണെന്ന് ചോദിച്ചാൽ വൈറ്റ്, ക്രീം, അതുപോലുള്ള കളറുകളാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. മീഡിയം സൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മുക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ മനസ്സോടി എൻ്റെ വേറെ കോട്ടൺ ഡ്രസ്സായിട്ട് എൻ്റെ ഇല്ല, ഞാൻ ഡ്രസ്സാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് എന്നാൽ പിന്നെ ഇതേ തന്നെ രണ്ടും കൽപ്പിച്ച് മുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ കളറും കാര്യങ്ങളും എന്തായാലും ഞാൻ വീടിനകത്ത് കയറിയിട്ടെടുക്കാം. ഞാനോർത്ത് ഇന്ന് നല്ല വെട്ടമുണ്ട്, പക്ഷേ ഭയങ്കര തണുപ്പാണ്, മരച്ചിരിക്കുക കൈയൊക്കെ, കണ്ട് അമ്മൂമ്മയുടെ കൈ പോലെ ഇരിക്കുന്നത്, ഭയങ്കര തണുത്തായിരിക്കുന്നത്. എന്നാലും ഞാനത് വെട്ടം കണ്ടപ്പോൾ ഭയങ്കരമായൊരു സന്തോഷം. അതിൻ്റെ പുറത്താണ് ഞാൻ പുറത്തിറങ്ങി വന്നേക്കുന്നത്. കിളികളും എല്ലാം തേണ്ട് സ്വരങ്ങളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2 വരി പാടാം. എങ്ങനെ എത്തുമെന്നൊന്നും അറിയത്തില്ല, ചുമ്മാ ഞാനങ്ങ് പാടുക കേട്ടോ. ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. പിന്നെ കുറേ പേരൊക്കെ പറയാറുണ്ട്, റാണി ഇടയ്ക്കൊക്കെ 2 ലൈനെങ്കിലും ഒന്ന് പാടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് മനസ്സിനൊരു സന്തോഷമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൻ്റെ പാട്ട് തന്നെ പാടാവേ. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച ദീപമേ, ഞങ്ങളിൽ ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീടിനുള്ളിലേക്ക് പോയിട്ട് ഈ ഉടുപ്പിൻ്റെ ഷേപ്പ് മാറ്റിക്കൊണ്ട് വരാം. എന്തായാലും കളർ പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കളർ പിടിക്കണം, മെറ്റീരിയൽ കൊണ്ടാണ്. കോട്ടൺ ആണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൽ പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. നല്ലൊരു കമ്പനിയാണ്. നാട്ടിൽ പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. നാട്ടിൽ 6500 7000 അടുത്തൊക്കെയാണ് ഞാൻ കാണുന്നത്. എന്തിനാണ് അത്രയും പ്രൈസ് എന്നറിയത്തില്ല. ഒരു പക്ഷേ UK പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും നാട്ടിൽ വരുമ്പോൾ അത്രയും പ്രൈസ് ആവുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ 7 പൗണ്ട് അല്ലെ 700 അല്ലെ 750 രൂപ അത്രയൊക്കെ ആവുന്നുള്ളൂ നാട്ടിലത്തെ റേറ്റ് വരുമ്പോഴേക്ക്. ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കളർന്ന് മാറ്റി നോക്കാം, എങ്ങനെ എത്തും എന്നറിയാൻ ഞാൻ സോ മച്ച് എക്സൈറ്റഡ് ആണ്. അപ്പം നിങ്ങളും വരുമല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി. നോക്കൂ, ഈ കളറാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്, ഡൈലോൺ. കണ്ടോ, ഇതിൽ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഓൾ ഇൻ വൺ ആണ് കേട്ടോ. സാധാരണ നമ്മൾ നാട്ടിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ വെള്ളം തിളപ്പിച്ചു, അതിനകത്ത് ഉപ്പിട്ടു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പ്രോസസ്സാണ്. അങ്ങനെയാണ് മിക്കവരും തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് പൊട്ടിക്കുക, ഞാൻ കാണിച്ചു തരാം. എന്തായാലും കണ്ടോ, ഈ സീല് പൊട്ടിക്കുക,
തുണി പക്ഷേ ആദ്യം ഒന്ന് നനയ്ക്കണം കേട്ടോ, വാഷ്ഡ് ആയിരിക്കണം. ഞാൻ നന്നായിട്ടൊന്ന് ഇത് ഓൾറെഡി ക്ലീൻ ജസ്റ്റ് ഞാൻ എടുത്തതേ ഉള്ളൂ, പുതിയ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നനച്ചിട്ട് വേണം നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഇടുക. അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് ഇതിനെ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് വാഷിംഗ് മെഷീനകത്തോട്ട് ഇതോടുകൂടി വെക്കുക. അത്രേ ഉള്ളൂ. 40 ഡിഗ്രി സെൽഷ്യസിൽ ഫുൾ സർക്കിൾ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിൽ 1 hour 5 minutes അങ്ങനെ എന്തോ വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ ഉടുപ്പ് ദേണ്ട് ഊരി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പുതിയ ഉടുപ്പ് തന്നെയാണ്, പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് ഇട്ടതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഓർത്തു ഞാൻ വെറുതെ വെള്ളത്തിലിട്ട് കാര്യമില്ല, ഇന്നത്തെ ചിലപ്പോൾ ചെറിയ പശപ്പൊക്കെ കാണാൻ ചാൻസ് ഇല്ലേ, അതെല്ലാം ആ സ്റ്റാർച്ചും കംപ്ലീറ്റ് അങ്ങ് പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് വാഷ് കൊടുക്കാൻ പോവാണേ. 15 minutes വാഷാണ്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ലിക്വിഡാണ് കൊടുത്തത് കേട്ടോ. അതെ, ഞാൻ ഉപയോഗിക്കുന്ന ഇതായിരുന്നു. നല്ല മണമാണ് ഇതിന് കേട്ടോ, സൂപ്പർ വാഷാണ്, അടിപൊളി. ഇതേ 15 minutes വാഷ് ഇട്ടു. വാഷിങ് കഴിഞ്ഞ് കേട്ടോ. നോക്കിക്കേ, ഇപ്പോഴെന്ന് പറയുമ്പോൾ അതിൻ്റെ പശ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. പുതിയതായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഏത് തുണികളുടെയും കളറ് മാറ്റാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് എന്തെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട ഉടുപ്പുകൾ അതേ കറ പിടിച്ചു പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അങ്ങനത്തെ അവസ്ഥകളില്ല. ബെഡ്ഷീറ്റുകൾ മുഷിക്കാന്ന് വെച്ചാൽ അതിങ്ങ് ഡിമ്മായി പോവുക അല്ലെ ഫെയ്ഡായി പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഏത് തുണികളിൽ നമ്മുടെ ഇടുന്നതല്ല, ബെഡിങ്സ് എന്തിനാണെങ്കിൽ പോലും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ പ്രോസസ്സ് തുടങ്ങാം. ഓക്കെ, ഇതിനെ ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇടാൻ പോണേ. നമ്മുടെ ഡൈലോൺ കുട്ടനെ ഇതിലേക്ക് പൊട്ടിച്ചിടുവാണേ. ഞാൻ ഇതേവരെ ഉപയോഗിക്കാത്തൊരു കളറാണ്, ട്യൂലിപ്പ് കളറാണ്. നമുക്ക് റെഡി ടു യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരുപാട് കളറുകൾ ഇതിൻ്റെ ഉണ്ട് കേട്ടോ, ഒത്തിരി കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിലും എല്ലാം വാങ്ങാൻ കിട്ടും. ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. ഞാനത് പൊട്ടിക്കട്ടെ. ഇതാ ഇത്രേ ഉള്ളൂ. ഇതേ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെ പൊട്ടിച്ചിട്ട് ഇതുണ്ടോ, ഇതാ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അതുണ്ട്. ഇതിനകത്ത് അതിൻ്റെ പൊടിയായിട്ടാണ് കേട്ടോ, മിക്സ് പൊടിയായിട്ടാണുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇതെന്ന് പറയുന്നത് നമുക്കൊരു 600 gram തുണിക്ക് വരെ ഉപയോഗിച്ചാൽ നല്ല സുന്ദരമായിട്ട് കളർ കിട്ടുമെന്ന് പറയുന്നത്. നമുക്കിതുണ്ട് 500 gram വിലയൊക്കെ കാണും, 400 gram ഒക്കെ ഉണ്ടാവുള്ളായിരിക്കും. എനിവേ ഞാനിത് വെച്ചോണ്ടിരുന്നിട്ട് നമുക്ക് വേറെ കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനെ ഇടാൻ പോവാണ്. തുണി പലരുടെയും ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. തുണി അന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയെന്ന് വെച്ചാൽ ഞാൻ 2 തുണിയാണ് കാണിച്ചത് എന്നാണ് പറഞ്ഞത്. ദാ കണ്ടോ, ഇനി എനിക്കിത് കാണിക്കാൻ വേറെ തുണി ഇല്ലാത്തതുകൊണ്ടാണ്. ദാ കണ്ടല്ലോ, അതിൻ്റെ പ്രിൻറ്റുകളും അതിൻ്റെ എംബ്രോയ്ഡറി എല്ലാം കണ്ടല്ലോ. ഞാൻ ഇടുവാണ്. ദാ ഇതിനകത്ത് വേറെ മെഷീനകത്ത് വേറെ തുണിയുമില്ല, അന്ന് അങ്ങനെയും കൂടെ പറഞ്ഞു. അതിനകത്ത് ഒന്നിട്ടിട്ട് വേറൊന്ന് പുറത്തെടുത്തെന്ന്. അതേണ്ട് ഇതിനകത്തെങ്ങും ഒന്നും കിടപ്പില്ല, കണ്ടല്ലോ. ദേ ഇടുന്നു. ദേ ഇതിനെ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തതേ എൻ്റെ നടുക്കോട്ടങ്ങ് വെച്ചു. അതും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ക്ലോസ് ചെയ്യുവാണേ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല, ഞാൻ ഓണാക്കാൻ പോവാണേ. ഫുൾ സൈക്കിൾ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കതേ 40-ൽ അമ്മ ഉണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യെങ്കിൽ വാ മുത്ത്. ഇപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അമ്മ എന്നാ പണിയാണെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് 40-ൽ ഞാൻ ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂർ 6 minutes ഇതെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. 1 minute മോനെ, അമ്മ തീർക്കട്ടെ. അതെ ഓൺ കൊടുക്കുന്നു, കണ്ടോ ചിമ്പുട്ടി? ഇത് കണ്ടോ മോനെ? അമ്മ എന്നാച്ചോ മോനെ? ഈ വന്ന് എൻ്റെ മുത്ത് എവിടെ പോയതാ? ഇത് കണ്ടോ അമ്മേ, നമ്മുടെ തുണിയുടെ കളർ മാറ്റാൻ പോകും അമ്മയുടെ. കുഞ്ഞ് കണ്ടോ? അത് കണ്ടോ? അമ്മ കുഞ്ഞിനെ കണ്ടില്ല. അമ്മ എല്ലാവരും ഒത്തിരി പറയുന്നുണ്ട്. കുഞ്ഞൊരു പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുമായിരുന്നു, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ 1 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് നമുക്കെടുത്ത് നോക്കാം കളർ എന്തായിരുന്നേ. പക്ഷേ ഇത് കളറ് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്തെന്ന് വെച്ചാൽ വീണ്ടല്ലോ, നമ്മൾ വീണ്ടും വാഷിങ് കഴിയുമ്പോഴേക്ക് ഇതേ കളർ പൊടി പോകുന്ന കണ്ടോ. സ്റ്റാർട്ടായപ്പോൾ ദേ കളർ ഇളകാൻ തുടങ്ങി, പൊടിയൊക്കെ പറക്കുന്നുണ്ട് അതിനകത്ത് തോന്നുന്നു. ഇനി വെള്ളം വീണെല്ലാം കൂടെ മിക്സ് ആവും കണ്ടോ. ഇത് വാഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ ജസ്റ്റ് ഒരു വാഷ്, നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ വാഷ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഡ്രൈ ചെയ്തെടുക്കാം. അതാ ചിമ്പുട്ടി അത് ചെയ്യുന്ന അമ്മ കേട്ടോ. അമ്മയുടെ ഉപ്പാണേ. എന്നിട്ട് അമ്മ അത് ഇട്ടുകൊണ്ട് വരാം. അതാണ് ഈ ചിമ്പുട്ടൻ പറയുന്നത്. എന്നിട്ട് തിമ്പുത്തിയുടെ കയ്യിലിരിപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ടാണ് വീഡിയോ കൊണ്ടുവരാൻ അവനെ കേട്ടോ. കണ്ടോ ആ സംഭവം കൂടെ കിടന്ന് ഞാൻ ഇത്രയും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ, ആ ഡൗട്ട് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. ആ കളർ മുഴുവൻ കിടക്കുന്നുണ്ടോ വാഷിംഗ് മെഷീനകത്ത്? ആ കളറിൻ്റെ ആ സംഭവം എല്ലാം അതിനകത്ത് കിടന്ന്, ആ കണ്ടെയ്നറും കിടന്ന് കറങ്ങുന്ന കണ്ടോ അതിനകത്ത്? കണ്ടോ ബോൾ പോലെ കിടന്ന് കറങ്ങുന്ന കണ്ടോ? കളർ കണ്ടോ? എന്തായി തീരുവോ എന്തോ. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് കേട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നോ, കളർ കാണാം. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തില്ല, ചെയ്യാൻ പോവാണ്. ശക്തിയില്ല മക്കളെ, ശക്തി. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ഇറ്റ്.
ലാസ്റ്റ് ടൈം സംഭവിച്ചതുപോലെ തന്നെ സംഭവിച്ചേക്കുന്നു. എംബ്രോയിഡറിയിൽ നൂല് പിടിച്ചില്ല. അതിൻ്റെ റീസൺ ചിലർ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഇതിലെ ത്രെഡ് ഒരു പക്ഷേ കളറ് പിടിക്കാത്ത രീതിയിലുള്ള ഫാബ്രിക് കൊണ്ട് ചെയ്തേക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പിടിക്കാത്ത. പക്ഷേ നല്ല കളർ കേട്ടോ. ഞാൻ വിചാരിച്ചാലും നല്ല സുന്ദരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കളറ് എനിക്ക് ഇത്രയും കളറ് കിട്ടിയിട്ടില്ല. ഇനി ഫാബ്രിക്കിൻ്റെ ആണോന്ന് അറിയില്ല. ഇത് പ്യുവർ കോട്ടൺ ആണോ എന്ന് ചോദിച്ചാൽ ഇത് കോട്ടൺ ആണ്. പിന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ കളറാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇനി നമുക്ക് ഈ കളറാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ നോക്കിക്കേ, ആ വൈറ്റ് വന്നത് കിടക്കിയല്ലേ. ഓ ഡിയർ ഡിയർ ഡിയർ, വാവ്, അമേസിങ് കളറാണ്. കളറ് ഇത് പറഞ്ഞുവെങ്കിലും നമുക്ക് വന്നേക്കുന്ന അത്രയും കളർ വന്നിട്ടില്ല. കുറച്ച് ഡിമ്മായിട്ടാണ് കളർ വന്നേക്കുന്നത്. എന്തായാലും എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർത്ത് ദൈവം ഈ കളർ വന്നാൽ എനിക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ, ഞാൻ അടുത്ത വല്ല ബ്ലാക്ക് കളറോ അതിലും ഡാർക്ക് കളർ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. പക്ഷേ എനിവേ കിടക്കി. എല്ലാവരുടെയും ഡൗട്ട് ഇപ്പം ഇതിലെ വൈറ്റ് എംബ്രോയിഡറി ആയിരിക്കും. ഇത് വേറെ നൂല് കളർ പിടിക്കാത്ത എന്തെങ്കിലും നൂലുകൊണ്ടായിരിക്കും അതിലെ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് വന്നേക്കുന്നത്. എനിവേ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഇവർ പറയുന്ന അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നുകൂടെ വാഷ് ചെയ്യാൻ. ഞാനൊരു ക്വിക്ക് വാഷ് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഉണക്കാം. വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുന്നതായിരിക്കും ഒന്നുകൂടെ കളർ നിൽക്കാൻ നല്ലത്. പക്ഷേ എനിവേ ഞാൻ നമ്മുടെ ഡ്രയറിൽ തന്നെ ഇടാം. കാരണം എനിക്ക് ഇപ്പം തന്നെ വീഡിയോ ഫിനിഷ് ചെയ്യേണ്ടതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഡ്രയറിലിടാം. അല്ല, ഒന്നുകൂടെ വാഷ് ചെയ്യാം. ഞാൻ എക്സൈറ്റഡ് ആയി. ഞാൻ ഒന്നുകൂടെ വാഷിങ് ഇടാൻ പോണേ. ഐ ലവ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഫൈനൽ വാഷിങ് നടക്കുന്നു. അതിനുശേഷം നമുക്ക് വരാം. ഞാൻ ക്വിക്ക് വാഷാണ് കൊടുത്തത്, 15 മിനിറ്റ് വാഷ് കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വാഷും കഴിഞ്ഞിരിക്കുന്നു. പരിപാടി തീർന്നു. നമുക്ക് നോക്കാം. എന്താ ഭംഗി നോക്കൂ. വാവ്, എനിക്ക് അതിലും കണ്ടതിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളർ. എന്നാ ബ്യൂട്ടിഫുൾ കളറാണ്, നോക്കിക്കേ. വാവ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പെട്ടെന്ന് ഇടാൻ തോന്നുന്നു. അത്രയ്ക്കും രസമുണ്ട് ഈ കളർ കാണാൻ. എന്തായാലും ഇനിയിപ്പം ഞാൻ ഡ്രയറിലാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല വെയിലൊക്കെ ഉള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിട്ട് ഉണക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വാഷിംഗ് മെഷീനകത്ത് ഇപ്പം നമ്മൾ കളർ ഇട്ട് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഇത് പ്ലെയിൻ ആയിട്ടൊരു വാഷ് ഇട്ട് കൊടുത്തേക്കാം. അല്ലെങ്കിൽ അടുത്തിരുന്ന തുണികളിലൊക്കെ കളർ പിടിച്ചാൽ എടുക്കാം. അതിൻ്റെ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിതുകൊണ്ട് ഡ്രയറിലിടാൻ പോവാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ വളരെ മോശമാണ് ഇവിടെ. ഓക്കെ മോളെ, ഇങ്ങനെ തന്നെ വരണേ നീയേ. നമ്മളുടെ വാഷിംഗ് ഡ്രൈ ആയിട്ടുണ്ട്. വരൂ ഈശ്വരോ, എന്തായോ എൻ്റെ മൊത്തേ സന്തോഷം കണ്ടോ നിങ്ങൾ? ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഹാപ്പി എന്ന് വെച്ചാൽ അന്യായ ഹാപ്പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. സുന്ദരി മണി, ഒന്നും പറയാനില്ല. ലൈനിങ്ങൊക്കെ നോക്കടാ, ലൈനിങ്ങൊക്കെ കാണും മക്കളെ, കാണ്. അപ്പം കിടുക്കനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ എന്തായാലും ഇത് പോയി ഇട്ടിട്ട് വരാം. കാരണം ഞാൻ ടൂ മച്ച് എക്സൈറ്റഡ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം. അപ്പം ഞാൻ പോയിട്ട് ഇട്ടിട്ട് വരാം. കണ്ടോ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓവർ ദ മൂൺ ഓർ അതിനപ്പുറം എന്താന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ ഹാപ്പിയാണ്. എന്തായാലും എനിക്ക് അതിലേറെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ നിരപരാധിത്വം എനിക്കിവിടെ തെളിയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം എന്നെ അതുപോലെ ബ്ലെയിം ചെയ്തത്, വാഷിംഗ് മെഷീനകത്ത് ഇട്ടത് വേറൊന്ന്, എടുത്തത് വേറൊന്ന്, എന്തെല്ലാം ഞാൻ കേട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പം പ്രൂവ് ആയല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഈ കാണുന്ന വൈറ്റ് ഒന്നും ഇത് വേറെ തുണികളല്ല. ഇതുപോലത്തെ തുണികൾ നിങ്ങളിട്ടാൽ ഇങ്ങനെ തന്നെ വരും അപ്പം ഉറപ്പായിട്ടും. കാരണം ആദ്യത്തേനും അത് തന്നെയാണ് സംഭവിച്ചത്. കണ്ടോ, എംബ്രോയിഡറിയുടെ നൂല് ഡിഫറെൻ്റ് ആയിട്ടാണ്, കോട്ടൺ ഒന്നും അല്ലാത്തത് കൊണ്ടാണ് അത് വന്നേക്കുന്നത്. അതേ കളർ പിടിക്കില്ല, അതുകൊണ്ടാണ്. പക്ഷേ അത് കിടുക്കനായി, അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ കിട്ടിയത്. എന്തായാലും കളറ് സൂപ്പർ. ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് കാണിച്ചിരുന്ന കളർ കുറച്ചുകൂടെ കടുത്ത കളറായിരുന്നു. ആ കടുത്ത കളറായിരുന്നു ഒരുപക്ഷെ ഞാനിത് ഇടത്തില്ലായിരുന്നു, ഞാൻ മാറ്റി വെക്കത്തേ ഉള്ളൂ. അടുത്ത ഡാർക്ക് കളർ എന്തെങ്കിലും ബ്ലാക്കോ അല്ല അതുപോലുള്ള ഷെയ്ഡേ ഞാൻ ചെയ്യത്തുള്ളായിരുന്നു. വീണ്ടും അതേ കളർ കൊടുത്തേനെ. പക്ഷേ ഇത് നല്ല സുന്ദരമായിട്ടും എനിക്ക് ആപ്റ്റായിട്ടൊരു കളറായിട്ട് കിട്ടി. എനിക്കില്ലാത്തൊരു കളറുമായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണെന്ന് കരുതുന്നു. അതുകൊണ്ട് ധൈര്യപൂർവ്വം വാങ്ങിക്കോളൂ. ഇഷ്ടമുള്ള കളറുകളെല്ലാം തന്നെ ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങിയിട്ട് കൂളായിട്ട് വാഷിംഗ് മെഷീനകത്തിട്ട് ടപ്പേന്ന് പരിപാടി 1-2 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് കഴുകി ഉണക്കി കിട്ടും കേട്ടോ. അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട. നമ്മുടെ ഷോപ്പിലെ തന്നെയായിരുന്നു ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇത് വാങ്ങിയ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ വെറൈറ്റീസ് നമുക്കുണ്ടായിരുന്നു. അതുമൊക്കെ ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഇട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറിലേക്ക് മാറ്റാം. സുന്ദരമായിട്ട് കളർ പിടിച്ചോളും കേട്ടോ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വായിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് ബുധനാഴ്ച കാണാം, വെനസ്ഡേ കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.